ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇളനീർ പുഡിങ്ങിൻ്റെ അതേ രുചിയിൽ ചക്കക്കുരു കൊണ്ടൊരു പുഡിങ് റെഡിയാക്കിയെടുക്കാം. ഇത് നമുക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇത് കഴിക്കുമ്പോൾ ആരും പറയൂല ഇത് ചക്കക്കുരു കൊണ്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളതെന്ന്. അത്രക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ പുഡിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ നല്ലതുപോലെ കഴുകിയെടുത്ത 25 ചക്കക്കുരു എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചക്കക്കുരു എടുക്കുമ്പോൾ നല്ല പൊടിയുള്ള ചക്കക്കുരു നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ചക്കക്കുരു ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചക്കക്കുരു വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് അടച്ച് വെക്കുക. എന്നിട്ടൊരു 4 വിസിൽ വരുന്നത് വരെ ഈ ചക്കക്കുരു നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്നിട്ട് ഇതിൽ ചക്കക്കുരു ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം ഈ ചക്കക്കുരുവിൻ്റെ പുറന്തൊലി കളഞ്ഞെടുക്കുക. ഞാൻ ഈ പുഡിങ് ഒരു ക്രീം കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചക്കക്കുരുവിൻ്റെ ആ ബ്രൗൺ കളറില്ലേ അത് ചെറുതായിട്ടൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ടൊന്നും കളയുന്നില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. ബ്രൗൺ കളർ മുഴുവനായിട്ട് കളയുകയാണെങ്കിൽ ഈ പുഡിങ് ഒരു വൈറ്റ് കളറിൽ കിട്ടും. ഇനി നിങ്ങൾക്കിത് കളയാൻ താല്പര്യമില്ലെങ്കിൽ കളയണമെന്നില്ല കേട്ടോ. കളഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പുഡിങ്ങിൻ്റെ കളറിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചക്കക്കുരു മുഴുവനും ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. പാലിലാണ് കേട്ടോ ഞാനിത് അരച്ചെടുക്കുന്നത്. ആദ്യം ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കുക. പിന്നെ അരയാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ല തിക്ക് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ഞാനിത് അരയാൻ ബുദ്ധിമുട്ടായപ്പോൾ ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചൈന ഗ്രാസാണ്. ചൈന ഗ്രാസ് എടുക്കുമ്പോൾ ഡേറ്റ് നോക്കിയിട്ട് പുതിയതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പുഡിങ് സെറ്റായി കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 10 ഗ്രാം ചൈന ഗ്രാസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ചൈന ഗ്രാസ് ആദ്യം ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഈ ചൈന ഗ്രാസിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് സോക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ചൈന ഗ്രാസ് നല്ലതുപോലെ ഒന്ന് സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് ഒരു 500 ml ഒരു പാക്കറ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ചക്കക്കുരു അരച്ചെടുത്തത് ഒരു 3/4 കപ്പ് പാലിലാണ്. അപ്പോൾ ഈ പുഡിങ്ങിനായിട്ട് ഞാനൊരു 700 ml പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പാല് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് മധുരം നോക്കിയിട്ട് പിന്നെ ഇതിലേക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ പാല് ചൂടാക്കി എടുക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കണം. ചൈന ഗ്രാസ് മെൽറ്റായതിന് ശേഷം പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ രണ്ടും ഒരേ ടെമ്പറേച്ചറിലായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകും. പാല് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിലേക്ക് 6 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ പാൽപ്പൊടി കൊണ്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ്. പാൽപ്പൊടി കൊണ്ട് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയാക്കി എടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനി നിങ്ങളുടെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 4-5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ്.
ഇപ്പോൾ ഞാൻ പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ചക്കക്കുരു മധുരമൊന്നും ഇല്ലാത്തൊരു സാധനമല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പുഡിങ്ങിന് എത്രയാണോ മധുരം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വന്നാൽ പിന്നെ നമ്മൾ അരച്ചെടുത്ത ചക്കക്കുരുവിൻ്റെ പേസ്റ്റ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചക്കക്കുരുവിൻ്റെ പേസ്റ്റ് പാലിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെക്കുക. പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഏലക്കപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷവും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഈ ചൈന ഗ്രാസ് നമ്മുടെ പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. ചൈന ഗ്രാസ് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ചൈന ഗ്രാസ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിത് പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്ന ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തെടുക്കുന്ന ട്രേയിൽ കുറച്ച് ബട്ടർ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ഒരു സ്ട്രെയിനറിലൂടെ ഈ ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ട്രേ ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ലഞ്ച് ബോക്സിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഇതുപോലെ സ്ട്രെയിനറിലൂടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അറിയാതെ കിടക്കുന്ന ചക്കക്കുരുവോ അല്ലെങ്കിൽ ഏലക്കയുടെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ അരിച്ച് മാറ്റാവുന്നതാണ്. ഇനി ഇതിൽ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്കിത് ഗാർണിഷ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് പകുതി ഒന്ന് സെറ്റായി വന്നപ്പോൾ കുറച്ച് ബദാമും പിസ്തയും ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറി വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഫ്രീസറിൽ വെച്ചിട്ടല്ല കേട്ടോ സെറ്റ് ചെയ്തെടുക്കേണ്ടത്, ഇത് താഴെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ 2 പാത്രങ്ങളും ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതൊരു 3 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഇത് സെറ്റായി കിട്ടും കേട്ടോ. 3 മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിങ് നല്ല പോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ പുഡിങ് ഈ പാത്രത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല നിങ്ങൾക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ലഞ്ച് ബോക്സിലുള്ളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതുണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്, ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പം ചക്കയുടെ സീസണല്ലേ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചക്കക്കുരുവൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ ചക്കക്കുരു കൊണ്ട് ഇതുപോലെ പുഡിങ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇത് കഴിക്കുമ്പോൾ ചക്കക്കുരു കൊണ്ടുണ്ടാക്കിയതാണെന്ന് ആരും പറയൂല. ഇത് ഇളനീർ പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ചക്കക്കുരു കൊണ്ട് ഇതുപോലെ പുഡിങ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്